പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ലോകം. ലോകത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പുതുവത്സരം എത്താൻ 26 മണിക്കൂറോളം സമയമെടുക്കും. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രങ്ങളിലാണ് ആദ്യം പുതുവത്സരം എത്തുന്നത്. ഏറ്റവും ഒടുവിൽ പുതുവർഷം എത്തുന്നത് വിദൂരമായ പസഫിക് പ്രദേശങ്ങളിലും. ലോകത്തെ ഏറ്റവും അവസാനം പുതുവത്സരം എത്തുന്ന സ്ഥലങ്ങൾ പസഫിക് സമുദ്രത്തിലെ അമേരിക്കൻ സമോവയും ഹൌലാൻഡ് ബേക്കർ ദ്വീപുകളുമാണ്. ജനവാസമില്ലാത്ത US പ്രദേശങ്ങളാണ് ഇവയെല്ലാം. പസഫിക് സമുദ്രത്തിലെ സമോവ, കിരിബാത്തി എന്നീ രാജ്യങ്ങളാണ് ആദ്യമായി പുതുവത്സരം ആഘോഷിക്കുന്നത്. തൊട്ടുപിന്നാലെ ന്യൂസിലൻഡിലെ ഓക്ലൻഡ് തുടങ്ങിയ നഗരങ്ങൾ കരിമരുന്ന് പ്രയോഗങ്ങളോടെയും പൊതുപരിപാടികളോടെയും പുതുവർഷത്തെ വരവേൽക്കും. ലോകത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഉദിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ 2026 വരവേൽക്കും. പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളിൽ ആഘോഷം തുടങ്ങി 25 മണിക്കൂറുകൾക്ക് ശേഷം അമേരിക്കൻ സമോവയിലായിരിക്കും ഏറ്റവും ഒടുവിൽ 2026 പിറക്കുക. ജനവാസമില്ലാത്ത ഹൌലാൻഡ്, ബേക്കർ ദ്വീപുകളിലും ഇതിനൊപ്പം പുതുവർഷം എത്തും. ഭൂമിയിലെ ലോഞ്ചിറ്റ്യൂഡ് അടിസ്ഥാനത്തിൽ വിവിധ സമയമേഖലകളായി തിരിച്ചിരിക്കുന്നതിനാലാണ് പുതുവത്സര സമയങ്ങളിൽ മാറ്റം. പുതുവർഷത്തെ വരവേൽക്കുന്ന രീതിയിലും മാറ്റങ്ങളുണ്ട്. സ്പെയിനിൽ ഭാഗ്യത്തിനായി അർദ്ധരാത്രിയിൽ 12 മുന്തിരിപ്പഴങ്ങൾ കഴിക്കുന്ന പതിവുണ്ട്. ജപ്പാനിൽ ക്ഷേത്രങ്ങളിലെ മണികൾ 108 തവണ മുഴക്കിയാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത്. ബ്രസീലുകാർ വെള്ള വസ്ത്രം ധരിച്ച് കടലിൽ പൂക്കളർപ്പിക്കും. സ്കോട്ട്ലൻഡിലെ ഹോക്മനെ ആഘോഷങ്ങളിൽ അഗ്നി ഉത്സവങ്ങളും തെരുവു പാർട്ടികളും പ്രധാനമാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങളോടെ പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് ലോകം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.